ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെയാണ്. ഇത് നമുക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കേക്ക് കഴിക്കണമെന്ന് തോന്നി അന്നേരം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ബേക്ക് ചെയ്യാനുള്ള പാത്രം കാണിച്ചു തരാം. ഇതൊരു 300 ml മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളാണ്. ഇനി നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഗ്ലാസ് ബൗൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചായക്കപ്പില്ലേ അതെടുത്താലും മതി. ഇനി കേക്കിൽ ചേർക്കാനുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആദ്യമേ പൊടിച്ചു വെക്കുന്നത്. അപ്പോൾ ഇത് പൊടിച്ചു വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മിക്സിങ് ചെയ്യാൻ പറ്റും. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിങ് തുടങ്ങാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊരു അരിപ്പയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. അരിപ്പയിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ടേബിൾ സ്പൂൺ വടിച്ചാണ് ഞാൻ പൊടിയെടുത്തിരിക്കുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ബേക്കിംഗ് സോഡ, 2 നുള്ള് ഉപ്പ്, ഇവയൊക്കെ ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അരിപ്പയിൽ കൂടെ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുത്തിരിക്കുന്നതാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശായി ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ മുഴുവൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കരുത്. കൊക്കോ പൗഡറിൻ്റെ ബിറ്റർനെസ്സിനനുസരിച്ചിട്ട് വേണം നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ അല്പം പഞ്ചസാര കൂടുതലാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. അടുത്തതായിട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നോക്കിയപ്പോൾ അല്പം കുറവുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ മിച്ചമുള്ള കുറേ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ പാലൂടെ ചേർക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് വിനെഗർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വിനെഗർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്താലേ കേക്ക് നല്ല ഫ്ലഫി ആയിട്ടിരിക്കുകയുള്ളൂ. മിക്സിങ് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പാത്രത്തിൻ്റെ പകുതി വരെ ബാറ്റർ ഫില്ല് ചെയ്യാവുള്ളൂ. ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ടാണ് ഗ്ലാസ്സിലാണെങ്കിൽ 2 ഗ്ലാസ്സിൽ ഒഴിക്കാനുള്ള ബാറ്റർ കാണും ഇത്. ഇനി എയർ ബബിൾസ് എല്ലാം കളയാൻ വേണ്ടി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യൊന്നും വേണ്ട. നമ്മളിത് മൈക്രോവേവിൻ്റെ ഹൈ പവറിൽ 2 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. ഇതാണ് മൈക്രോവേവിൻ്റെ ഹൈ പവർ ബട്ടൺ. ഹൈ പവറിൽ 2 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. അത് 300 ml പാത്രമായിട്ടാണ് അത്രയും സമയം എടുക്കുന്നത്. നിങ്ങൾ ഗ്ലാസ്സിൽ വെക്കുകയാണെങ്കിൽ 1.5 മിനിറ്റ് മതിയാവും. അത് മൈക്രോവേവിൻ്റെ പവർ അനുസരിച്ച് ഈ സമയം വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ മൈക്രോവേവിൻ്റെ പവർ മനസ്സിലാക്കി സമയം അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. കേക്ക് ബേക്കായെന്ന് അറിയാൻ വേണ്ടി ഒരു സ്ക്യൂർ വെച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് കുത്തി നോക്കാം. അതിൽ കമ്പിയിലൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റുമാണ്, നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. ഇത് കഴിച്ചു നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. താങ്ക്